ഹായ് ഫ്രണ്ട്സ്, മാടമ്പള്ളിയിലെ ആ മനോരോഗി ഞാനാണോ അതോ ജിനുവാണോ? ഇതിൻ്റെ ഇടയിൽ കളിക്കുന്ന ഷാജിദ ഷാജിയാണോ? ഇതിന് ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഉള്ളത് പറഞ്ഞാൽ കഞ്ഞിയില്ല എന്നുള്ളതാണല്ലോ. ഉള്ളതുപോലെ പറയുമ്പോൾ എനിക്കെതിരെയാണ് നിങ്ങളെല്ലാവരും തിരിയുന്നത്. സാരമില്ല, ഈ ഒരു കണ്ടന്റ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാലല്ലേ കുറ്റമുള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തു. അത് ഒരാളുടെ കുടുംബം കലക്കാൻ വേണ്ടിയുമല്ല. ഇങ്ങനെ നടക്കുന്നവർ ചിന്തിക്കണ്ടേ സ്വന്തം കുടുംബം കലങ്ങുമെന്ന്? അതവർ ചിന്തിക്കുന്നില്ലല്ലോ. പിന്നെ ചിലർ എൻ്റെ അടുത്ത് കമൻസ് വഴി ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടാണ് ജിനു എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് പുറത്തു വിടുന്നു എന്നുള്ളത്. ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ ക്ലോസ് ഫ്രണ്ടൊന്നുമല്ല, ഹായ് ബൈ ഫ്രണ്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ യൂട്യൂബേഴ്സാണ്. യൂട്യൂബേഴ്സിന് ഒട്ടുമിക്ക പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും എന്നുള്ളതാണ്. അല്ലാണ്ട് എപ്പോൾ നോക്കിയാലും വിളിയും മെസ്സേജ് വിടലും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. യൂട്യൂബറാണ് എന്നുള്ള ഇത് അങ്ങനെ ഒരു അകന്ന ഒരു ഫ്രണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ, ക്ലോസ് ഫ്രണ്ടൊന്നുമല്ല. അപ്പോൾ ഇതേ കാറ്റഗറിയിലുള്ള ഒരാളുമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ച് പേരെങ്കിലും അറിയുമല്ലോ. അപ്പോൾ ഒരാളെയും അറിയിപ്പിക്കാതെ സ്വന്തം കുടുംബം വരെ ഫാമിലി വരെ നോക്കാതെ മറ്റൊരാൾക്ക് ഇങ്ങനെ മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് സ്വയം കുഴി കുത്തിയിട്ട് അതിൽ വീഴുന്നതിന് തുല്യമല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യം. അതിന് എന്നെ ഒരാളും പിന്നെ പറയുന്നുണ്ട് കരിവാരി തേക്കാൻ വരണ്ട, പിന്നെ പറയുന്നുണ്ട് എനിക്ക് ഫസ്ട്രേഷനാണ്, അല്ലെങ്കിൽ എനിക്ക് പിന്നെ എന്താ ക്രഷാണ് ജിനുവിനോട്. എടോ, ഞാനൊരു കാര്യം പറയട്ടെ, അതൊക്കെ പറയുന്ന വ്യക്തികളോടാണ് എനിക്ക് പറയാനുള്ളത്. നല്ല അസലൊരു കെട്ടിയവനുണ്ട് എനിക്ക്. ഓക്കെ, എനിക്കതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? നമ്മൾ അതിനായിട്ട് ഒരുങ്ങി തിരിച്ചാൽ നമുക്ക് കിട്ടാണ്ടല്ല, പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആഗ്രഹവും ഇല്ല. അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ വെറുതെ പറയാൻ നിൽക്കണ്ട. ഇത് യൂട്യൂബേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു കാര്യമായതിനെ കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തിട്ടത്. ഇങ്ങനെ ഞാൻ വന്ന് പറഞ്ഞാലെങ്കിലും കുറച്ചെങ്കിലും ബോധം വരട്ടെ രണ്ടുപേർക്കും, എന്നിട്ട് ഇതിൽ നിന്നും പിന്മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പബ്ലിക്കിൽ ഇത് കൊണ്ടുവന്നിട്ടത്. അതിൻ്റെ റീസൺ അതാണ്. കാരണം രണ്ടുപേർക്കും കുടുംബമുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ മുമ്പോട്ട് പോവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുഴിയിൽ വീഴണ്ട ജിനുവായി കഴിഞ്ഞാലും എന്നുള്ളത് കൊണ്ടാണ്. അതിപ്പം അവളുടെ ചിലർ പറയുന്നുണ്ട് തെറി കേട്ടിട്ടായിരിക്കാം അവന് ആഗ്രഹം തോന്നിയത് എന്നും പറയുന്നുണ്ട്. പലമാതിരി അവളുടെ നാവ് ഭയങ്കരമാണ്, അപ്പം അത് കേട്ടിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കാം അവനെ വീഴ്ത്തിയത് എന്നും പറയുന്നുണ്ട്. എന്തായി കഴിഞ്ഞാലും പെട്ടെന്നുള്ള ഒരു ആകർഷണം അങ്ങത്തോളം പോകില്ലല്ലോ. അപ്പം അതുകൊണ്ട് മുളയിലേ നുള്ളുന്നതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് പബ്ലിക്കിൽ ഞാൻ കൊണ്ടുവന്നിട്ടത്. അപ്പം അതുകൊണ്ട് ജിനു നല്ലവനാണ്, എന്നോട് നല്ല മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ഉള്ളത് ഞാൻ ഉള്ളതുപോലെ തന്നെ പറയാം. എന്നോട് നല്ല മാന്യമായിട്ടാണ് ജിനു ബിഹേവ് ചെയ്യാറുള്ളത്. ഒരു മോശം സ്വഭാവം എൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല. ഞങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ളൊരു മെസ്സേജ് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ യൂട്യൂബിൻ്റെ പല കാര്യങ്ങളുണ്ട്. എന്നെക്കാട്ടിലും സീനിയറാണ് ജിനു. ഞാൻ 2 വർഷമായിട്ടുള്ളൂ യൂട്യൂബിൽ വന്നിട്ട്. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും യൂട്യൂബിൻ്റെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ചാറ്റിങ് അല്ലാതെ അതിലുപരി വേറൊന്നും ഇല്ല. പിന്നെ ഒരു അകന്ന ഒരു എന്താ പറയുക, സുഹൃത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള പെരുമാറ്റം തന്നെയാണ്. പക്ഷെ നമ്മളോടൊക്കെ നല്ല രീതിയിൽ ഉള്ള പെരുമാറ്റമാണ് കേട്ടോ. അപ്പം എല്ലാവരോടും അതുപോലെ ഇപ്പം ഓരോരുത്തരെ നമുക്ക് പറയാനാവില്ലല്ലോ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടപ്പോൾ എനിക്കും വിഷമം തോന്നി. മുളയിലേ നുള്ളുന്നതാണ് നല്ലത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഇനി ഒരു കണ്ടൻറ്റുമായിട്ട് ഞാൻ പിന്നെയും പറയുന്നത് ഇനി ഞാൻ വരില്ല. അതൊക്കെ അവരവരുടെ സ്വകാര്യ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ. പറയേണ്ടത് ഞാൻ പറഞ്ഞു. ഇതിന് എന്നെ ആരും കരിവാരി തേക്കേണ്ട. നമുക്ക് അങ്ങനത്തെ ഒരു പൂതിയുമില്ല, ഒരാഗ്രഹങ്ങളും ഇല്ല കേട്ടോ. ഞാൻ അസലായിട്ട് കുടുംബം നോക്കിയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വീട്ടമ്മയാണ്, ഒരു യൂട്യൂബറും കൂടിയാണ്. അപ്പോൾ ഇതിൽ എത്ര പൊരുളുണ്ട് പൊരുളില്ല എന്നുള്ളതല്ല കാര്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് നിർത്തിയിട്ട് ഇതുവരെ പോയ പോലെ അങ്ങ് പോവുക. അതാണ് എല്ലാവർക്കും നല്ലത്, അല്ലേ? പിന്നെ എന്താന്ന് വെച്ചാൽ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. മനസ്സിലായില്ലേ? അതിലുണ്ട് എല്ലാ കാര്യങ്ങളും.
ഇവിടെ നല്ല മഴയാണ് കേട്ടോ. നിങ്ങളൊക്കെ നാട്ടിൽ മഴ ഉണ്ടോ അറിയില്ല. 2 ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു. അപ്പോൾ ഈ മഴയത്ത് നല്ല ചൂടുള്ള വാർത്ത കേട്ടിട്ട് നിങ്ങൾ രസിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നും കൂടി ഞാൻ ഉണർത്തുകയാണ്. കാരണം ഒന്നിലും ഒരു കഴമ്പും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരു നേരം പോക്കിനായിട്ട് തുടങ്ങിയതായിരിക്കാം. അങ്ങനെ വിശ്വസിക്കുക. ഒരാളുടെയും കുടുംബജീവിതം തകരാതിരിക്കട്ടെ. നല്ല ഹാപ്പി ലൈഫ് കിട്ടട്ടെ. എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു ഹാപ്പി ലൈഫ് റബ്ബ് കൊടുക്കട്ടെ. നല്ല മഴയാണ്. എൻ്റെ സൗണ്ട് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. വീഡിയോസ് ചെയ്യാൻ നിർവാഹമില്ല ഗൈസ്. അപ്പോൾ ഓക്കെ, എല്ലാം നല്ല നിലയിൽ കലാശിക്കട്ടെ. ആ 2 മക്കളുടെ ചാച്ചനായിക്കൊണ്ട് മരണം വരെയും നമ്മുടെ ജിനോസ് നീണാൾ വാഴട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഓക്കെ.